15ാമത് SKSSF സംസ്ഥാന SKSF 15ാമത് സർഗലിയം കണ്ണൂർ തളിപ്പറമ്പ് വെച്ച് നടക്കുകയാണ്. ഈ സമയത്ത് നമ്മളെ കൂടെ കൂടുന്നത് SKSFന്റെ സംസ്ഥാന ഭാരവാഹികളാണ്. ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു പറയാനുള്ളത്, ഈ കാലഘട്ടത്തിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ യുവാക്കളെ ഒരു കുടക്കീയിൽ നിർത്തി കൃത്യമായുള്ള അജണ്ടകൾ കൊടുത്ത് കൃത്യമായിട്ടുള്ള രേഖകൾ വരച്ചു കൊടുത്ത് അതിൽ നടത്തിക്കൊണ്ടുപോകാന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക് തന്നെയാണ്. ഈ സമയത്തും നമ്മുടെ കീഴിലുള്ള അണികളെ വളരെ കൃത്യമായിട്ട് ഡയറക്ഷൻ നൽകി കൊണ്ടുപോകുന്ന ഒരു സംഘം നേതാക്കളാണ് നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത്. പ്രിയപ്പെട്ട OP അഷ്റഫ് സാഹിബ്, ബഷീർ അസദി ഉസ്താദ്, അയ്യൂബ് മാസ്റ്റർ മുട്ടിൽ, ഈ 3 പേരുമാണ് ഇന്ന് നമ്മളെ കൂടെ കൂടിയിട്ടുള്ളത്. ആദ്യമായിട്ട് SKSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി OP അഷ്റഫ് സാഹിബിനോട്, സംഘടനയുടെ ജനറൽ സെക്രട്ടറി പദത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു 30 വർഷക്കാലം സംഘടന കടന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താണ് തോന്നുന്നത്? സംഘടനയുടെ വളർച്ചയെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? വലിയ ആത്മനിർവൃതിയിലാണ് നമ്മളുള്ളത്. കാരണം SKSSF കേരളത്തിലെ മറ്റു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾക്ക് മാതൃക തീർത്ത് ഒട്ടേറെ പദ്ധതികൾ, പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്നതാണ് അത്. വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കാണാൻ കഴിയും, SKSSF മറ്റു സംഘടനകൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു എന്നത്. വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് ക്ലാസ്സുകളും SSLCയുടെ മോട്ടിവേഷനും അതുപോലെ തന്നെ മാതൃകാ പരീക്ഷകളും ഒക്കെ നടത്തി അവരെ ആ തരത്തിൽ കൊണ്ടുപോവുകയും ഗൈഡൻസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി സിവിൽ സർവീസ് രംഗത്തേക്ക് നമ്മുടെ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രചോദനം നൽകാനും അവരെ കൈപ്പിടിച്ചു കൊണ്ടുവരാനും അവർക്ക് ആ തരത്തിലുള്ള ചിന്തകൾ സമർപ്പിക്കാനും സാധിച്ചത് SKSSFനാണ്. 2 IASകാരെ വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന് സമ്മാനിച്ചു. അതിലൂടെ മറ്റു സംഘടനകൾ ആ പ്രവർത്തനം ഏറ്റെടുക്കുകയും ഇന്ന് സിവിൽ സർവീസ് കോച്ചിങ് രംഗത്ത് പലരും മുന്നിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നത് സംഘടന കാണിച്ചിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അതുപോലെ തന്നെ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, സന്നദ്ധ സേവന മേഖലയിൽ കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സാംസ്കാരിക സംഘടനകൾക്ക് മാതൃക കാണിച്ചാണ് SKSF വികായ എന്ന് പറയുന്ന ഒരു പറ്റം സന്നദ്ധ സേവകരെ സമർപ്പിക്കുന്നത്. സംഘടനയുടെ 25ാം വാർഷിക മഹാസമ്മേളനത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി സാറാണ് ആ 25,000-ഓളം വരുന്ന വളണ്ടിയർമാരെ അല്ലെങ്കിൽ സന്നദ്ധ സേവകരെ സമർപ്പിക്കുന്നത്. സമർപ്പണ ഘട്ടത്തിൽ പലരും വിചാരിച്ചിരുന്നത് സമ്മേളനങ്ങൾ നയിക്കാനും ഇതുപോലെയുള്ള സർഗലയങ്ങളിൽ അവിടുത്തെ വളണ്ടിയർ സേവനം നിർവഹിക്കാനുമാണ് ഇവരെ സമർപ്പിക്കുന്നത് എന്നായിരുന്നു. പക്ഷേ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രളയം കടന്നു വന്ന സമയത്ത് ആ വികായയുടെ സന്നദ്ധ സേവന പ്രവർത്തകരാണ് കേരളത്തിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്നത് എന്നത് നമുക്ക് വലിയ ആത്മനിർവൃതി നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. OP അഷ്റഫ് സാഹിബ് പറഞ്ഞതുപോലെ സംഘടന കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ A to Z ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ തിരിച്ചു മറിച്ചു വിട്ടാൽ എത്രത്തോളം സംഘടന കിട്ടോ അതിനേക്കാൾ കൂടുതൽ സംഘടന പ്രവർത്തിക്കുന്ന നാടാണ് കേരളം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് SKSFനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറയുന്നത് OP സാഹിബ് പറഞ്ഞ പോലെ ഒരാൾ സംഘടനയിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന്റെ ടേസ്റ്റും അദ്ദേഹത്തിന്റെ അഭിരുചിയൊക്കെ അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവിധ സബ്വിങ്ങുകളുണ്ട്. അയ്യൂബ് മാഷാണ് ഇതിനുള്ള ഉത്തരം പറയേണ്ടത്. എങ്ങനെയാണ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ സംഘടനാ സംവിധാനത്തെ കൊണ്ടുപോകുന്നത്? നമ്മുടെ സംഘടന എന്നത് ശരിക്കും ഏകദേശം 4000-ഓളം യൂണിറ്റുകളും അതുപോലെ തന്നെ 190 വരുന്ന മേഖലകൾ, അതുപോലെ ഒരു 600-ഓളം വരുന്ന ക്ലസ്റ്ററുകൾ, 21 ജില്ലകൾ, അതുപോലെ സ്റ്റേറ്റ്, ഇങ്ങനെ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ കേരളം, തമിഴ്നാട്, കർണാടക, ലക്ഷദ്വീപ്, അങ്ങനെ പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ സംഘടനയുണ്ട്. 18ഓളം വിങ്ങുകളുണ്ട്. അപ്പം പുതിയ കാലഘട്ടത്തിൽ ഏത് പ്രവർത്തകർക്കും അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടം പുതുമയുള്ളതാണ് ഇഷ്ടം. അത് പുതുമയുള്ളതിനാണ് എല്ലാവരും ആകർഷിക്കുക. അപ്പം നമ്മുടെ സംഘടനാ രംഗത്ത് ഈ പുതുമ കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ചിന്തകളെ
കൊണ്ടുവരുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ ആളുകളുണ്ടാവും. ഈ സിസ്റ്റം കേഡർ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്, അതിലിഷ്ടപ്പെടും ആളുകൾ. അപ്പോൾ ആ രൂപത്തിലേക്ക് സംഘടനയെ നമ്മൾ കൊണ്ടുവന്നില്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്കൊന്നും അല്ലെങ്കിൽ യുവത്വത്തിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ മുന്നിലേക്ക് പുതിയ കാഴ്ചപ്പാടുകളെയും പുതിയ ചിന്തകളെയും പുതിയ ക്രിയേറ്റീവ് വർക്കുകളെയും നമ്മൾ മുന്നിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആകർഷിക്കും. ആ രൂപത്തിലേക്ക് നമുക്ക് സംഘടനയെ നമുക്ക് എന്താക്കാൻ പറ്റും, മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഈ വിങ്ങുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആദ്യമൊക്കെ ആയിരുന്നെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി തന്നെയാണ് ഇത് മൊത്തം ചെയ്യേണ്ടിയിരുന്നത്. അവിടെ നിന്നുകൊണ്ട് കുറേ വിങ്ങുകൾ വരുമ്പോൾ കുറേ ലീഡേഴ്സിനെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ആ ലീഡേഴ്സിനൊക്കെ വർക്കും ഉണ്ടാവും. അപ്പോൾ എന്താ, ഓരോരുത്തരുടെയും അഭിരുചി അനുസരിച്ചിട്ടാണ് ഈ വിങ്ങുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ട്. SKSFനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു സംഘടനാ പ്രവർത്തനത്തിന് ഉപരി ഒരു ആത്മീയമായിട്ടുള്ള ഒരു അച്ചടക്കം, സമസ്ത എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നമ്മൾക്ക് സമസ്ത തന്നെ നോക്കുന്ന സമയത്ത് സമസ്തക്ക് ഒരുപാട് ഉപഘടകങ്ങളുണ്ട്. അതിൽ സമസ്തയുടെ നെടുന്തൂൺ അല്ലെങ്കിൽ സമസ്തയുടെ മെയിൻ പോഷകഘടകം എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ SKSF മാറിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് SKSFന് ഇത്രമാത്രം സമസ്തക്ക് ബലം നൽകാൻ പറ്റുന്നത്? ബഷീർ ഉസ്താദിനോടെ. സമസ്തയുടെ ഊന്നുവടിയായി അല്ലെങ്കിൽ നട്ടെല്ലായി അറിയപ്പെടുന്ന സമസ്തയുടെ പരമപ്രധാനമായ ഒരു പോഷക ഘടകമാണ് SKSF. സമസ്തയുടെ എല്ലാ കാര്യങ്ങളിലും SKSF രൂപം കൊണ്ടത് തന്നെ സമസ്തയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കുകയും അത് ജനങ്ങളെ തെര്യപ്പെടുത്തുകയും സമസ്തക്ക് പ്രതിരോധം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഈ വർത്തമാനകാല സാഹചര്യം നോക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ അത് ആന്തരിക തലത്തിലും ബാഹ്യതലത്തിലും ഇത് രണ്ടു മേഖലയിലും നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ സമസ്തക്കൊരു കാവൽ പടർ എന്നുള്ള നിലയിലാണ് SKSFന്റെ എല്ലാ പ്രവർത്തനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കുറേ പ്രകടനപരതകൾക്കപ്പുറം, കുറേ കാട്ടിക്കൂട്ടലുകൾ, ഒച്ചപ്പാടുകൾ എന്നതിനപ്പുറം കൃത്യമായ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് ഇന്ന കാര്യങ്ങളാണ് ഓരോ മാസവും ശാഖാതലത്തിലും ക്ലസ്റ്റർ മേഖലാ ജില്ലാ തലത്തിലും ചെയ്യേണ്ടത് എന്ന് നേരത്തെ വർക്ക് കൊടുത്ത് കലണ്ടർ ബേസ്ഡായി പ്രോഗ്രാമുകൾ നടത്തി അത് ഇവാലുവേറ്റ് ചെയ്ത് അത് മാർക്ക് കൊടുത്ത് ശാഖാ പ്രവർത്തകർക്കും മറ്റുള്ളവർക്കും കൃത്യമായി കാണാൻ പറ്റുന്ന രീതിയിലാണ് SKSFന്റെ പ്രവർത്തന പദ്ധതികൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് സന്ദർഭത്തിലായാലും വരുന്ന പ്രശ്നങ്ങളെ കണ്ടറിഞ്ഞ് സമസ്തയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. സാധാരണയായി പറയാറുള്ളത് പോലെ സംഘടനകളെ രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. ഒന്ന് മെയിൻ്റനൻസ് ഓർഗനൈസേഷനാണ് എന്ന് പറഞ്ഞാൽ നിലവിലുള്ള കാര്യങ്ങൾ, നേരത്തെ ചെയ്തു വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ പരമ്പരാഗതമായി പൈതൃകമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളാണ്. രണ്ടാമത്തെ മൂവ്മെന്റ് ഓർഗനൈസേഷനാണ്. അത് കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ച് കാലത്തോടൊപ്പം ചേർന്ന് ഈ കാലത്തുള്ള വിദ്യാർത്ഥികളുടെ മനസ്സറിഞ്ഞുകൊണ്ട്, കൗമാരപ്രായക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട്, യുവജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവരേത് തലത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പെരുമാറുന്നു, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് കൃത്യമായ നിലപാടുകൾ എടുക്കാൻ SKSFന് കഴിയുന്നത് കൊണ്ടാണ് സമസ്ത നമ്മോട് പറയുന്ന കാര്യങ്ങൾ അത് ഒന്നും വിട്ടുപോകാതെ ആപാദചൂഡം സമസ്തയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. SKSFനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കേവലം വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നതിലുപരി വിദ്യാർത്ഥികളുടെ കാര്യങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലുപരി സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസിലൊക്കെ പെട്ടെന്ന് തന്നെ ആക്ഷൻസ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം നിൽക്കുകയും അല്ലെങ്കിൽ ഒരു പ്രതിരോധം തീർക്കുകയും ഈ അടുത്ത് നടന്ന എയർപോർട്ട് മാർച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ SKSF എപ്പോഴും മുൻപന്തിയിൽ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് ഒരു ചാലക ശക്തിയായിട്ട് സമുദായത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു ചാലക ശക്തിയായിട്ട് SKSFന് പ്രവർത്തിക്കാൻ പറ്റുന്നത്? ജനറൽ സെക്രട്ടറിയോടാണ് ചോദ്യം. അത് വളരെ കൃത്യമാണ്. ഇവിടെ സംഘടനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സംഘടനയുടെ അഭിരുചികൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കി സംഘടന മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതത് കാലത്ത് വരുന്ന കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണെങ്കിലും നമ്മുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ പ്രശ്നമാണെങ്കിലും ഇവിടുത്തെ മതസൗഹൃദം തകർന്നു പോകുന്ന വിഷയമാണെങ്കിലും അത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ അതത് സമയത്ത് കൃത്യമായി ഇടപെട്ടു ആ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാനും ആ വിഷയത്തിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ സന്ദേശം പകർന്നു കൊടുക്കാനും നമുക്ക് കഴിയാറുണ്ട്. ഈ വർഷം തന്നെ നമ്മളുടെ ടേം തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ 2 സമരങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു സമരം
നമ്മുടെ SSLC വിദ്യാർത്ഥികൾ അവർ SSLC പരീക്ഷ എഴുതി ഉന്നത മാർക്ക് നേടി അവർ A+കൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി അടുത്ത പഠനത്തിന് വേണ്ടി ഉപരിപഠനത്തിന് വേണ്ടിയുള്ള അവസരങ്ങൾ കാത്തു നിൽക്കുന്ന സമയത്ത് മലബാറിലെ വിദ്യാർത്ഥികൾക്ക് അവസരം നിഷേധിക്കപ്പെട്ടിരുന്നു. അവസരം നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഏകദേശം 1,00,000 മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മലബാറിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യം കാലങ്ങളായിട്ട് തുടരുകയാണ്. ഗവൺമെൻറ്റുകൾ എന്തു ചെയ്യും? മാറി മാറി വന്നിട്ടുള്ള ഗവൺമെൻറ്റുകൾ അതത് സമയങ്ങളിൽ സീറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് അതിനെ താൽക്കാലികമായി ജനങ്ങളുടെ മുമ്പിൽ നിന്ന് മറച്ചു വെക്കാനാണ് ശ്രമിക്കാറുള്ളത്. പക്ഷേ SKSF ഈ തവണ ചെയ്തത് SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന അതേ ദിവസം സമരപ്രഖ്യാപനം നടത്തി എന്നതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, കേരളത്തിൽ ഈ തവണ SSLCയുടെ റിസൾട്ട് പ്രഖ്യാപിച്ചപ്പം ആദ്യം കുട്ടികളുടെ ഹയർ സെക്കൻഡറി പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പഠനം അവസരങ്ങൾ നിഷേധിക്കുന്നതിനെതിരെ അതിശക്തമായിട്ടുള്ള സമരവുമായിട്ട് നമ്മൾ വന്നു. ഒന്നാം ഘട്ടത്തിൽ മലപ്പുറത്ത് നമ്മളൊരു നൈറ്റ് മാർച്ചോടു കൂടെയാണ് തുടങ്ങിയത്. ആ നൈറ്റ് മാർച്ച് വലിയ ജനപങ്കാളിത്തത്തോടു കൂടെ നിർവഹിക്കാൻ കഴിഞ്ഞു. ഒരുപാട് വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരന്നിട്ടുള്ള ഒരു ബഹുജന പ്രക്ഷോഭമായിട്ട് അത് മാറി. അത് നമ്മുടെ വിദ്യാർത്ഥികളുടെ തുടർന്നുള്ള പഠനം നിഷേധിക്കപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ്. എന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ സ്പർദ്ധയുണ്ടാക്കി വെറുപ്പിൻ്റെ രാഷ്ട്രീയം നടത്താൻ വേണ്ടി ചില ആളുകൾ വന്നപ്പോഴാണ് നമ്മൾ ഈ എയർപോർട്ടിലേക്ക് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മളൊരു മാർച്ച് നടത്തിയിട്ടുള്ളത്. അവിടെ നാട്ടിൻ്റെ യുവത മുഴുവൻ ഓടി വന്ന് ഒരു 3 ദിവസം കൊണ്ട് ആ പ്രക്ഷോഭ പരിപാടി ഒരു മഹാപ്രക്ഷോഭമാക്കി മാറ്റിയ സാഹചര്യം നമ്മൾ കണ്ടു. ഇവിടെ സംഘടന ശ്രദ്ധിക്കുന്നത് ഈ സംഘടനയുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കുന്നു. രാജ്യത്തിൻ്റെ പൈതൃകം തകർക്കുന്ന, രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ ധ്വംസനം ചെയ്യാൻ വേണ്ടി വരുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ തീവ്ര നിലപാടുകൾക്കെതിരെയും ഒക്കെ അതത് സമയത്ത് കൃത്യമായി നിലപാടുകൾ എടുത്തു മുന്നോട്ട് പോകുന്നു എന്നതാണ് SKSSFൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഘടനാ നിലപാട്. ഇപ്പോൾ നമ്മളൊരു സമരരംഗത്തേക്ക് പ്രവേശിക്കണം. അടുത്ത 1-ാം തീയതി വയനാട്ടിൽ നമ്മൾ ജനകീയ പ്രക്ഷോഭം നടത്തുകയാണ്. എന്തിനാണ്? പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാം. പക്ഷേ രാഷ്ട്രീയമായ പ്രതിരോധങ്ങൾ തീർക്കുന്നതിനപ്പുറത്ത് മനുഷ്യത്വപരമായി ആ ഇരകളുടെ ആവശ്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഒരു നാടിൻ്റെ വേദനയിൽ മനുഷ്യരൊന്നായിട്ട്, രാജ്യത്തെ ജനങ്ങളൊന്നായിട്ട് ഒന്നിച്ചു നിന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പറന്നിറങ്ങി വന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പോലും വിഘാതം സൃഷ്ടിക്കുന്ന വിധത്തിൽ ഫോട്ടോകൾക്ക് പോസ്റ്റ് ചെയ്തു പോയി എന്നതിനപ്പുറത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നമ്മൾ അവിടെ കണ്ടില്ല. ഇന്നുവരെ ഇന്ത്യ ഗവൺമെൻറ് ആ നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചതായിട്ട് പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റും അതേ രീതിയാണ് സ്വീകരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇടപെടുന്നു എന്നതാണ്. വയനാട് ടച്ച് ചെയ്തുകൊണ്ടാണ്. വയനാട് എന്നുള്ള ആളാണ് അയ്യൂബ് മാഷ്. നേരത്തെ സംസാരത്തിൽ OP സാഹിബും പറഞ്ഞു, വയനാട് ഒരു പ്രളയം ഉണ്ടായ സമയത്ത് സംഘടനയുടെ മറ്റു സംഘടനയുടെ കൂടെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കവിച്ചു നിൽക്കുന്ന ഒരു പ്രവർത്തനം ചെയ്ത ഒരു സംഘടനയാണ് SKSF വിക്കായയുടെ പ്രവർത്തനം. അപ്പോൾ മാഷ് കൃത്യമായിട്ട് അതിനെ അറിഞ്ഞ ആളായിരിക്കും ആ സമയങ്ങളിലൊക്കെ. എങ്ങനെയാണ് ചടുലമായിട്ട് ഈ വിങ്ങുകളെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. വിക്കായയുടെ പ്രവർത്തനം എന്നെല്ലാം പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ നെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വിക്കായൊക്കെ ചെയ്യുന്നത്. ആ സമയത്ത് ആ പ്രക്ഷോഭം ഉണ്ടായ ആ സമയത്ത് എത്രയും പെട്ടെന്ന് കടന്നു ചെന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത ഒരു ടീമാണ് വിക്കായ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ പ്രസക്തമാണ്. കേഡർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഇവരൊക്കെ ഈ വിക്കായ പ്രവർത്തകർ എന്ന് പറയുന്ന അവരുടെ ട്രെയിനിങ് അങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 21 സെഷൻ ക്ലാസ്സുകൾ നൽകി അവരെ കൃത്യമായ ക്ലാസ്സുകൾ കൊടുത്ത് അവരെ നമ്മളെന്താക്കുകയാണ് ഒരു ടീമായി ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ആ ടീമിന് കൊടുക്കുന്ന ആത്മവിശ്വാസവും അവർക്ക് തന്നെ ഉണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ട്. അതവരുടെ ഗ്രൗണ്ടിൽ അവർ ചെയ്യുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ പേടിച്ച് നിൽക്കുന്നിടത്ത് അവർ പേടിയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് നിറവേറുന്നത്. അത് സംഘടന പെട്ടെന്നുണ്ടായതല്ല. അവർക്ക് കൃത്യമായ വർക്കുകൾ കൊടുത്ത് കൃത്യമായ ട്രെയിനിങ് കൊടുത്ത് ക്ലാസ്സുകൾ നൽകി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. പിന്നെ അവരുടെ ആത്മവിശ്വാസവും
അവരുടെ ചടുലമായ പ്രവർത്തനമൊക്കെ അതിന് നമ്മൾ യുവത്വമാണല്ലോ, യൂത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും ഇതിന് മേലെ. അത് മനോഹരമായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ പ്രളയത്തിലും അതിനു മുന്നിലുള്ള പ്രളയത്തിലൊക്കെ എല്ലായിടത്തും മാലാഖന്മാർ, നീലപ്പട്ടാളം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സോഷ്യൽ മീഡിയകളും ചാനലുകളൊക്കെ വാഴ്ത്തപ്പെട്ട ഒരു പേരാണ്. സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ ആതുര സേവന മേഖല എന്ന് പറയുന്നത്. കഴിഞ്ഞ ടേമിലൊക്കെ സഹചാരിയുടെ കണക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് ഞാനൊക്കെ അത്ഭുതപ്പെട്ടു. പത്രത്തിൽ സഹചാരിയുടെ കണക്ക് വന്നപ്പോൾ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു 10 മടങ്ങൊക്കെയാണ് സഹചാരിയുടെ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ SKSF ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച കളക്ട് ചെയ്യുന്ന ആ ഒരു കളക്ഷൻ കൊണ്ടാണ് SKSF ഇത്രമാത്രം ആതുര പ്രവർത്തനങ്ങൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് സഹചാരിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നത് ബഷീർ ഉസ്താദെ? SKSFന്റെ എല്ലാ സബ് കമ്മിറ്റികളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിഖായയായാലും ട്രെൻഡായാലും ഇബാദായാലും എല്ലാ സംവിധാനങ്ങളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പേരെടുത്ത് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സഹചാരി സംവിധാനം എന്നുള്ളത്. ഈ സഹചാരി സംവിധാനത്തിലൂടെ ആയിരങ്ങൾക്കാണ് ഓരോ മാസവും ധനസഹായമായി, ഡയാലിസിസിൻ്റെ സാമ്പത്തിക സഹായമായി, മറ്റു രോഗത്തിനുള്ള സ്പെഷ്യൽ സഹായമായി, ധനസഹായമായി സംസ്ഥാന കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫണ്ടായി ശേഖരിക്കുന്നത് ഓരോ റമദാനിലും ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മൾ ശേഖരിക്കുന്ന ഒരു ഫണ്ടാണ്. ആ ഫണ്ടിലൂടെ രോഗികളെ കൃത്യമായി കണ്ടെത്താൻ, അത് ശാഖാതലത്തിൽ തന്നെ അതിനെ സ്ക്രൂട്ടിനി ചെയ്ത് ആരാണ് യഥാർത്ഥ അവകാശികളെന്നും മനസ്സിലാക്കി ആ അവകാശികളെ ശാഖാതലത്തിൽ അപ്രൂവ് ചെയ്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സഹചാരി സംവിധാനം ഇത്ര വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത്, ആർക്കാണോ ഇതിൻ്റെ അവകാശം കിട്ടേണ്ടത് ആ അവകാശികൾക്ക് തന്നെ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു നോട്ടം നമ്മളിലുണ്ട്. അള്ളാഹുവിൻ്റെ നോട്ടം അടിമയുടെ കൽബിലേക്കാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് രോഗികളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ബൃഹത്തായ സഹായ പദ്ധതി SKSF തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. അതിപ്പോഴും അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ഒരു നയാ പൈസ പോലും മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകാതെ, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ അനർഹരുടെ കൈകളിലേക്ക് പോകാതെ കൃത്യമായി നമുക്ക് വിതരണം ചെയ്യാനും അതിൻ്റേതായ ഇവാലുവേഷൻ നടത്താനും കഴിയുന്നുണ്ട്. പല ഏരിയകളിലും പല രോഗങ്ങളെയും, ഇപ്പോൾ കിഡ്നി പേഷ്യൻ്റ്, അതേപോലെ തന്നെ ക്യാൻസർ സഹായം, അതേപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങൾ തുടങ്ങി ഒരുപാട് മേഖലകളിൽ സഹചാരി സംവിധാനത്തിന് സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അവസാനമായിട്ട് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ SKSF നേരത്തെ പോലെ സമസ്തയുടെ കീഴിൽ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെ വന്നാലും ആദർശ രീതിയിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെയും സുന്നത്ത് ജമാഅത്തിൻ്റെയും ആദർശങ്ങളിൽ നിന്ന് വ്യതിയാനമില്ലാതെ സംഘടനാ പ്രവർത്തകരെ കൃത്യമായിട്ട് ആ ആദർശത്തിനുള്ളിൽ ഇപ്പോൾ SKSFൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദർശം അമാനത്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമുദായത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? SKSF സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 14 പോഷകഘടകങ്ങളിൽ ഒരു വിദ്യാർത്ഥി വചനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു ഘടകമാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് രൂപീകരണ പശ്ചാത്തലം എന്ന് പറയുന്നത് ആദർശപരമായ വ്യതിയാനമുണ്ടാകുന്ന ആശയങ്ങളിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ ധാരയിൽ നിന്ന് പുതിയ ചില ആശയങ്ങളെ രൂപപ്പെടുത്താൻ ചില ആളുകൾ ശ്രമിച്ചപ്പോഴാണ്, ആ തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് 1926 സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുന്നത്. ആ രൂപീകരണ ലക്ഷ്യം എന്ന് പറയുന്നത് ആദർശ സംരക്ഷണമാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ സംരക്ഷണമാണ്, ദീനിൻ്റെ യഥാർത്ഥ തത്വസംഹിതകളെ സംരക്ഷിക്കുക എന്നതാണ്. ഈ നിലപാട് സമസ്തയുടെ ഈ ഒരു രൂപീകരണ താല്പര്യം അത് സംരക്ഷിച്ചു പോരുന്നതിൽ സമസ്തയുടെ എല്ലാ ഘടകങ്ങളും അവരുടേതായ മേഖലയിൽ ഇടപെടുന്നു. എന്നാൽ ആ
കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടത് SKSF ആണ് എന്നത് സമസ്ത ഉൾപ്പെടെയുള്ള എല്ലാ ഘടകങ്ങളുടെയും ബോധ്യമാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഓരോ കാലത്തും ഇത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് SKSF ആണ്. അതേതു കാലത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ജീർണതയ്ക്കെതിരെ ജിഹാദ് എന്ന ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട് SKSF. അതുപോലെ തന്നെ ഒട്ടേറെ ക്യാമ്പയിനുകൾ ഇപ്പോൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ അതൊരു സുപ്രഭാതത്തിൽ മുളച്ചു പൊന്തിയതോ പെട്ടെന്നുണ്ടാക്കിയെടുത്തതോ അല്ല, മറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾക്കൊടുവിൽ വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങുകളോടുകൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ക്യാമ്പസിനകത്ത് ത്വലബ വിദ്യാർത്ഥികൾക്കിടയിൽ അതുപോലെ തന്നെ ബഹുജനങ്ങൾക്കിടയിൽ വ്യത്യസ്ത തലങ്ങളിലാണ് ആദർശ വിഷയങ്ങളിൽ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകളെ യഥാർത്ഥ ആശയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് സംഘടനാപരമായി നമ്മുടെ ദൗത്യമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് SKSF. നമ്മളത് നിർവഹിക്കാൻ ഇപ്പോൾ SKSF ആദർശം അമാനത്താണ് എന്ന ക്യാമ്പയിൻ്റെ അകത്ത് ബിദഈ ചിന്തകൾക്കെതിരായിട്ട് കൃത്യമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുന്നു. അത് വഹാബിസമാണെങ്കിലും മൗദൂദിസമാണെങ്കിലും അതുപോലെ തന്നെ ത്വരീക്കത്തുകൾ പോലെയുള്ളതാണെങ്കിലും അതുപോലെ തന്നെ പുതിയ ചിന്താധാരകൾ മുളച്ചു പൊന്തുന്നിടത്ത് ഏതൊക്കെ ഘട്ടങ്ങളിലുണ്ടോ അത്തരം ഘട്ടങ്ങളിലൊക്കെ തന്നെ ആ ചിന്തകളെ അടിവേരോടുകൂടെ അറുത്തുമാറ്റാൻ SKSF ശ്രമിച്ചിട്ടുണ്ട്. NDF കടന്നു വന്നപ്പോൾ ആദ്യമായിട്ട് പ്രതിരോധിച്ചത് SKSF ആണ്. തീവ്രമായ നിലപാടുകൾ ഇസ്ലാമിന് അന്യമാണ് എന്ന് പറയാൻ അന്ന് നമുക്ക് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ചില ആളുകൾ യഥാർത്ഥമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വേഷഭൂഷാദികൾ കാണിച്ചുകൊണ്ട് തന്നെ ചില നിലപാടുകളിൽ നിന്ന് റൂട്ടുമാറി സഞ്ചരിക്കുന്നുവോ എന്ന തോന്നലുകളുണ്ടാകുമ്പോൾ ആ തോന്നലുകൾക്ക് അവസരം നൽകാതെ അത്തരം ആളുകൾക്ക് അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രബോധനം അത് നിർവഹിക്കുകയാണ് SKSF നിർവഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ക്യാമ്പയിൻ അവസാനിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യമാകും. നമ്മൾ ക്യാമ്പസിനകത്ത് നടത്തുന്നത് ഈ യുക്തിവാദ നവ ലിബറൽ ചിന്തകൾക്കെതിരെയുള്ള ടോക്കുകളാണ്, അത്തരത്തിലുള്ള ക്യാമ്പയിനുകളാണ് നമ്മൾ അവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിൻ്റെ യഥാർത്ഥ മുഖങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഈ ക്യാമ്പയിൻ ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി അവസാനത്തോടുകൂടെ വലിയ മഹാസമ്മേളനത്തോടുകൂടെ സമാപിക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതങ്ങനെ തന്നെ നടക്കും. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ നേതൃത്വം അവരുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെയാണ് SKSF മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഉണ്ടാകണം. അതിശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങൾക്ക് നേതൃപരമായ പങ്ക് നിർവഹിക്കാൻ ഓരോരുത്തരും അവരവരുടെ യൂണിറ്റ് മുതലുള്ള ഘടകങ്ങളിൽ സജീവമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്. ആദർശവീതിയിൽ കോംപ്രമൈസ് ഇല്ലാതെ മത സാമൂഹിക വിദ്യാഭ്യാസ നവോത്ഥാന മേഖലയിൽ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ SKSFന് ഇനിയും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ സമാപിക്കുകയാണ്. പങ്കെടുത്ത നേതാക്കൾക്ക് ഒരുപാട് നന്ദി. താങ്ക് യു.